ഹായ് നമസ്കാരം. എല്ലാ അധ്യാപകർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയുന്നത് ബുദ്ധി സിദ്ധാന്തങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുന്നേ ഇതിൻ്റെ മുന്നേയുള്ള ക്ലാസ്സുകളൊക്കെ ഇതിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടതിന് ശേഷം ഈ ഒരു ക്ലാസ് കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് പോകാം. ബുദ്ധി എന്ന ചാപ്റ്ററിൽ നിന്നും പ്രധാനമായിട്ടും ചോദിക്കുന്ന ഒരു ഭാഗമാണ് ബുദ്ധി സിദ്ധാന്തങ്ങൾ. അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് പോവാം. ബുദ്ധിയെ നിർവചിച്ചത് അഥവാ ബുദ്ധിക്ക് ഒരു നിർവചനം കൊടുത്തത് തൊണ്ടയ്ക്കും ഷെൽഡനുമാണ്. ബുദ്ധിക്ക് നിർവചനം കൊടുത്തത് തൊണ്ടയ്ക്കും ഷെൽഡനുമാണ്. ബുദ്ധിയുടെ നിർവചനങ്ങൾ നിങ്ങളോട് ചോദിക്കില്ല, അതുകൊണ്ട് തന്നെ അത് നമ്മൾ പഠിക്കേണ്ട കാര്യമില്ല. ഇനി നമുക്ക് ബുദ്ധി സിദ്ധാന്തങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ സിദ്ധാന്തമാണ് ഏകഘടക സിദ്ധാന്തം അഥവാ സിംഗിൾ ഫാക്ടർ തിയറി. ഏകഘടക സിദ്ധാന്തം അല്ലെങ്കിൽ സിംഗിൾ ഫാക്ടർ തിയറി അല്ലെങ്കിൽ വൺ ഫാക്ടർ തിയറി, ഇങ്ങനെ രണ്ട് രീതിയിലും ചോദിക്കാം. ഏകഘടക സിദ്ധാന്തം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബുദ്ധി എന്നത് ഒരു ഒറ്റ ഘടകത്തെ ആശ്രയിച്ചിട്ടുള്ളതാണ്. ബുദ്ധി എന്നത് ഒരു ഏകഘടകത്തെ അല്ലെങ്കിൽ ഒരു ഒറ്റ ഘടകത്തെ ആശ്രയിച്ചിട്ടുള്ളതാണ് എന്നുള്ളതാണ് ഏകഘടക സിദ്ധാന്തം പറയുന്നത്. ഏകം എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്കറിയാം ഒന്ന് എന്നാണ്. ബുദ്ധി എന്നുള്ളത് ഒരൊറ്റ ഘടകത്തെ ആശ്രയിച്ചിട്ടുള്ളതാണ് എന്നുള്ളതാണ് ഏകഘടക സിദ്ധാന്തം പറയുന്നത്. ഇനി രണ്ടാമത്തെ സിദ്ധാന്തമാണ് മനോഘടക സിദ്ധാന്തം. മനോഘടക സിദ്ധാന്തം എന്നാൽ ബുദ്ധി എന്നത് ഓർമ്മ, ശ്രദ്ധ, യുക്തിചിന്ത, ഭാവന. ബുദ്ധി എന്നത് ഓർമ്മ, ശ്രദ്ധ, യുക്തിചിന്ത, ഭാവന എന്നീ മൂന്ന് ഘടകങ്ങളെ ആശ്രയിച്ചിട്ടുള്ളതാണ് എന്നുള്ളതാണ് മനോഘടക സിദ്ധാന്തത്തിൽ പറയുന്നത്. ഒന്നും കൂടെ പറയാം. മനോഘടക സിദ്ധാന്തം എന്നാൽ ബുദ്ധി എന്നത് യുക്തിചിന്ത, ഓർമ്മ, ശ്രദ്ധ, ഭാവന ഈ മനോഘടകങ്ങൾ ചേർന്നതാണ്, ഇതിനെ ആശ്രയിച്ചിട്ടുള്ളതാണ് ബുദ്ധി എന്നുള്ളതാണ് മനോഘടക സിദ്ധാന്തത്തിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് സിദ്ധാന്തങ്ങളും അഥവാ ഏകഘടക സിദ്ധാന്തവും മനോഘടക സിദ്ധാന്തവും ഒക്കെ തള്ളപ്പെട്ടിട്ടുണ്ട്. ഈ രണ്ട് സിദ്ധാന്തങ്ങളും എന്താണ്, വിജയമല്ല പരാജയമാണ്. ഇത് തള്ളപ്പെട്ടിട്ടുള്ള സിദ്ധാന്തങ്ങളാണ്. അപ്പോൾ ഈ രണ്ട് സിദ്ധാന്തങ്ങളെ കുറിച്ചിട്ടും ചോദിച്ചിട്ടില്ല ഇതുവരെ. അപ്പോൾ ഇത് നിങ്ങൾ അത്ര കാര്യമായിട്ട് പഠിക്കേണ്ട. ഇനി പറയുന്ന സിദ്ധാന്തങ്ങളാണ് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കേണ്ടത്. ഇനി ഞാൻ പറയുന്ന സിദ്ധാന്തങ്ങളാണ് പരീക്ഷയ്ക്ക് കൂടുതലും ചോദിച്ച് കണ്ടിട്ടുള്ളത്. ഈ രണ്ട് സിദ്ധാന്തങ്ങളും ഏകഘടക സിദ്ധാന്തവും മനോഘടക സിദ്ധാന്തവും ഇതുവരെ പരീക്ഷയ്ക്കൊന്നും ചോദിച്ച് കണ്ടിട്ടില്ല. ഇനി അടുത്ത സിദ്ധാന്തത്തിലേക്ക് നമുക്ക് പോവാം. മൂന്നാമത്തെ സിദ്ധാന്തമാണ് ദ്വിഘടക സിദ്ധാന്തം. ദ്വിഘടക സിദ്ധാന്തം മൂന്നാമത്തെ സിദ്ധാന്തമാണ്. ഇത് കണ്ടുപിടിച്ചിട്ടുള്ളത് 1904 ചാൾസ് പിയർമാനാണ്. 1904 ചാൾസ് പിയർമാനാണ് ദ്വിഘടക സിദ്ധാന്തം കണ്ടുപിടിച്ചിട്ടുള്ളത്. ഈ സിദ്ധാന്തത്തിൽ പറയുന്നത് ബുദ്ധിശക്തിയിൽ രണ്ട് ഘടകങ്ങളാണുള്ളത് എന്നതാണ്. ബുദ്ധിശക്തിയിൽ രണ്ട് ഘടകങ്ങളുണ്ട്. അതാണ് ഒന്നാമത്തത് സാമാന്യ ഘടകം. ഒന്നാമത്തതാണ് സാമാന്യ ഘടകം അഥവാ ജി ഫാക്ടർ. ബുദ്ധിയിൽ രണ്ട് ഘടകങ്ങളുണ്ട് എന്നുള്ളതാണ് ഈ സിദ്ധാന്തം പറയുന്നത്. ഒന്നാമത്തെ ഘടകമാണ് സാമാന്യ ഘടകം അഥവാ ജി ഫാക്ടർ. രണ്ടാമത്തെ ഘടകം വിശിഷ്ട ഘടകം അഥവാ എസ് ഫാക്ടർ. ഒന്നും കൂടെ പറയാം. ഒന്നാമത്തെ ഘടകമാണ് ജി ഫാക്ടർ അഥവാ സാമാന്യ ഘടകം. രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത് എസ് ഫാക്ടർ അഥവാ വിശിഷ്ട ഘടകം. ഇനി ഈ ജി ഫാക്ടർ എന്ന് പറയുന്നത് ജെനറ്റിക് ആണ് അഥവാ ജന്മസിദ്ധമായിട്ട് ഒരാളിൽ ഉണ്ടാകുന്ന ബുദ്ധിയാണ്. ജന്മസിദ്ധമായിട്ട് ഒരാളിൽ ഉണ്ടാകുന്ന ബുദ്ധിയാണ്, ബുദ്ധിയുടെ ഘടകമാണ് ജി ഫാക്ടർ അഥവാ എന്താ പറഞ്ഞത്, അത് ജെനറ്റിക് ഫാക്ടറാണ് അഥവാ അത് സാമാന്യ ഘടകമാണ്. അതെല്ലാവരുടെ ബുദ്ധിയിലും എല്ലാവർക്കും വ്യത്യസ്തമായിരിക്കും അല്ലേ. ഇപ്പോൾ എനിക്ക് ജന്മന പാട്ട് പാടാനുള്ള ഒരു കഴിവാണ് ഉണ്ടായത് എങ്കിൽ അതാണ് എൻ്റെ സാമാന്യ ഘടകം അഥവാ ജി ഫാക്ടർ. മറ്റൊരാൾക്ക് അത് വ്യത്യസ്തമായിരിക്കും. മറ്റൊരാൾക്ക് ചിലപ്പോൾ ഡാൻസ് ചെയ്യാനായിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക, അതാണ് ഒരാളുടെ
ജി ഫാക്ടർ. അപ്പോൾ ഈ ജി ഫാക്ടർ എല്ലാവർക്കും എന്തായിരിക്കും? വ്യത്യസ്തമായിരിക്കും. അത് ഒരാളുടെ സാമാന്യ ഘടകമാണ്, ഒരാൾക്ക് ജന്മസിദ്ധമായിട്ട് ലഭിക്കുന്ന ഒരു ബുദ്ധി ഘടകമാണ് ജി ഫാക്ടർ അഥവാ സാമാന്യ ഘടകം. ഇനി രണ്ടാമത്തെ ഘടകമാണ് എസ് ഫാക്ടർ അഥവാ വിശിഷ്ട ഘടകം. എസ് ഫാക്ടർ അഥവാ വിശിഷ്ട ഘടകം ഇത് കർമ്മസിദ്ധമായിട്ട് നമുക്ക് ലഭിക്കുന്നതാണ്. അതായത് നമ്മുടെ പ്രാക്ടീസ് കൊണ്ട്, നമ്മളുടെ നിരന്തരമായിട്ടുള്ള പരിശ്രമം കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്ന ഘടകമാണ് എസ് ഫാക്ടർ അഥവാ വിശിഷ്ട ഘടകം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, എനിക്ക് ഓൾറെഡി പാട്ട് പാടാനുള്ളൊരു കഴിവുണ്ട്. പക്ഷേ പഠനത്തിലുള്ള കഴിവ് ഞാൻ ആർജിച്ചെടുക്കുന്ന കഴിവാണ്. അല്ലെങ്കിൽ ഈ ജി ഫാക്ടറിനോടൊപ്പം തന്നെ ഞാൻ ആർജിച്ചെടുക്കുന്ന കഴിവാണ് ഇപ്പോൾ നൃത്തം ചെയ്യാനുള്ള കഴിവ്, പ്രസംഗിക്കാനുള്ള കഴിവ്. ഇതൊക്കെ ഞാൻ പിന്നീട് നേടിയെടുക്കുന്ന കഴിവുകളാണ്. അങ്ങനെ കർമ്മസിദ്ധമായിട്ട് നമ്മളുടെ പരിശീലന ഫലമായിട്ട് നമുക്ക് കിട്ടുന്ന ഘടകമാണ് എസ് ഫാക്ടർ അഥവാ വിശിഷ്ട ഘടകം. എത്രയും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഞാൻ ഒന്നും കൂടെ പറയാം. രണ്ടാമത്തെ അല്ലെങ്കിൽ മൂന്നാമത്തെ സിദ്ധാന്തമാണ് ദ്വിഘടക സിദ്ധാന്തം. ദ്വിഘടക സിദ്ധാന്തം കണ്ടുപിടിച്ചത് 1904 ചാൾസ് പിയർമാൻ ആണ്. അദ്ദേഹം പറയുന്നത് ബുദ്ധിക്ക് 2 ഘടകങ്ങളുണ്ട് എന്നുള്ളതാണ്. ഒന്നാമത്തതാണ് ജി ഫാക്ടർ അഥവാ സാമാന്യ ഘടകം. രണ്ടാമത്തത് എസ് ഫാക്ടർ അഥവാ വിശിഷ്ട ഘടകം. ജി ഫാക്ടർ എന്നത് ജെനറ്റിക് ആണ്, അഥവാ നമുക്ക് ജന്മസിദ്ധമായിട്ട് ലഭിക്കുന്ന കഴിവുകളാണ്. രണ്ടാമത്തത് എസ് ഫാക്ടർ അഥവാ വിശിഷ്ട ഘടകം, നമ്മൾ ആർജിച്ചെടുക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ കർമ്മസിദ്ധമായിട്ട് നമുക്ക് ലഭിക്കുന്ന കഴിവുകളാണ് എസ് ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. രണ്ടാമത്തെ ബുദ്ധി സിദ്ധാന്തമാണ് സംഘഘടക സിദ്ധാന്തം അഥവാ ഗ്രൂപ്പ് ഫാക്ടർ തിയറി. സംഘഘടക സിദ്ധാന്തം അഥവാ ഗ്രൂപ്പ് ഫാക്ടർ തിയറി ഇത് കണ്ടുപിടിച്ചത് അമേരിക്കൻ ശാസ്ത്രജ്ഞനായിട്ടുള്ള തേഴ്സ്റ്റൺ ആണ്. തേഴ്സ്റ്റൺ പറയുന്നത് ബുദ്ധി എന്നുള്ളത് ഏകാത്മകമല്ല. ബുദ്ധി എന്നുള്ളത് ഏക ഘടകം മാത്രമുള്ളതല്ല. ബുദ്ധി എന്നുള്ളത് വിവിധ പ്രാഥമിക യോഗ്യതകളുടെ സമാഹാരമാണ്. ബുദ്ധി എന്നുള്ളത് ഏകാത്മകമായിട്ടുള്ള ഒന്നല്ല, അല്ലെങ്കിൽ ഏക ഘടകം മാത്രം ഉള്ളതല്ല. ബുദ്ധി എന്നുള്ളത് വിവിധ പ്രാഥമിക യോഗ്യതകളുടെ സമാഹാരമാണ്. നിങ്ങൾക്കറിയാം, ബുദ്ധി എന്നുള്ളത് ഒന്നല്ല, ബുദ്ധി എന്നുള്ളത് വിവിധ പ്രാഥമിക ഘടകങ്ങൾ കൂടി ചേർന്നതാണ്. നിങ്ങൾക്കറിയാം, ഗ്രൂപ്പ് ഫാക്ടർ തിയറി, ഗ്രൂപ്പായിട്ട് ഒരു സംഘം ഘടകങ്ങൾ കൂടി ചേർന്നതാണ് എന്നുള്ളതാണ് ഈ ഒരു സിദ്ധാന്തത്തിൽ പറയുന്നത്. ഇനി ആ ഒരു പ്രാഥമിക ഘടകങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് തേഴ്സ്റ്റൺ വേർതിരിച്ച് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തതാണ് വാചിക ഘടകം, രണ്ടാമത്തത് സാംഘിക ഘടകം, മൂന്നാമത്തത് സ്മൃതി ഘടകം, 4 യുക്തിചിന്താ ഘടകം, 5 പദബന്ധ ഘടകം, അതുപോലെ തന്നെ പ്രത്യക്ഷണ വേഗതാ ഘടകം, അതുപോലെ വസ്തുക്കളുടെ ത്രിമാന സ്ഥിതി. ഒരിക്കൽ കൂടി പറയാം: വാചിക ഘടകം, സാംഘിക ഘടകം, സ്മൃതി ഘടകം, യുക്തിചിന്താ ഘടകം, പദബന്ധ ഘടകം, പ്രത്യക്ഷണ വേഗതാ ഘടകം, വസ്തുക്കളുടെ ത്രിമാന സ്ഥിതി. അപ്പോൾ ഇതെല്ലാം കൂടി ചേർന്നിട്ടുള്ളതാണ് ബുദ്ധി എന്നുള്ളതാണ് തേഴ്സ്റ്റൺ പറയുന്നത്. അപ്പോൾ സംഘഘടക സിദ്ധാന്തം ഇത്രയേ ഉള്ളൂ. ഇതെന്തായാലും പഠിച്ചു വെക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ ബാക്കിയുള്ള സിദ്ധാന്തങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. അപ്പോൾ ഇതിൻ്റെ പാർട്ട് 2 ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾക്ക് കമൻറ്റുകളിലൂടെ അറിയിക്കാം. അതിനനുസരിച്ച് ഞാൻ നിങ്ങൾക്ക് മറുപടി തരുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ പാർട്ട് 2 ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അപ്പോൾ എല്ലാ അധ്യാപകർക്കും വിജയാശംസകൾ.